ഹായ് ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു തണ്ണിമത്തൻ ജ്യൂസാണ് കേട്ടോ. അപ്പം തണ്ണിമത്തൻ ജ്യൂസ് എന്ന് വെക്കുമ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും, അയ്യേ തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാതെന്ന് അറിയാത്ത ആരാണ്ടേ അല്ലേ? ഒട്ടുമിക്ക ആൾക്കാർക്കല്ല, എല്ലാ ആൾക്കാർക്കും തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാൻ അറിയാം. പക്ഷേ അതിലൊരു ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇടുന്നുണ്ടേ. അതായത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. സാധാരണ ചിലരിത് ഇടുമായിരിക്കാം, അറിയാത്തവരുമുണ്ട്. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്, അല്ലെങ്കിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ തണ്ണിമത്തനകത്തൊരു കുഞ്ഞ് ഇൻഗ്രീഡിയൻ്റ് ഇടുന്നുണ്ട്, അത് ഞാൻ ലാസ്റ്റിൽ പറയാം. അപ്പം നമ്മൾ തണ്ണിമത്തൻ ഒരു അരമുറി തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തണ്ണിമത്തനെല്ലാം ചെറുതായിട്ട് കട്ടാക്കി എടുത്തിട്ട് വേണം നമുക്ക് ജ്യൂസ് അടിക്കാൻ കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ഈ തണ്ണിമത്തൻ എടുത്തിട്ട് ഇങ്ങനെ ജ്യൂസൊന്നും അടിക്കത്തില്ലായിരുന്നു. കൂടുതൽ നമ്മൾ തണ്ണിമത്തൻ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെ നടുക്കൂടെ മുറിച്ചിട്ട് നമ്മളൊരു സ്പൂണോ ഒരു തവിയോ വെച്ച് ഇങ്ങനെ കുത്തി പൊടിച്ചെടുക്കും. നന്നായിട്ട് ഇങ്ങനെ കുത്തി സ്പൂൺ വെച്ച് പൊടിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെറിയ തരിയായിട്ടപ്പം അത് കിടക്കും. ജ്യൂസ് അടിച്ചപ്പോൾ മൊത്തത്തിൽ അരഞ്ഞ് കിട്ടില്ല. അപ്പം എന്നിട്ട് അതിൽ കുറച്ച് പഞ്ചാരയൊക്കെ ഇട്ട് പറ്റുകയാണെങ്കിൽ 2 മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതോടെ ആഡ് ചെയ്ത് അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുക. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇത് മാത്രം ഇങ്ങനെ കുത്തി എടുത്തിട്ട് പഞ്ചസാര ഇട്ട് നന്നായിട്ട് കലക്കിയിട്ട് കുടിക്കും. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ ജ്യൂസ് ഇരിക്കുമ്പോഴുള്ള ടേസ്റ്റല്ല നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഈ തണ്ണിമത്തൻ ഈ ചൂട് സമയത്തൊക്കെ ഏറ്റവും നല്ല ഉപകാരപ്പെടുന്നൊരു സാധനമാണ് തണ്ണിമത്തൻ കേട്ടോ. ചിലപ്പോൾ നല്ല റേറ്റ് കുറവിൽ നമുക്ക് ഒരുപാട് 2-3 തണ്ണിമത്തനൊക്കെ കിട്ടും. അങ്ങനെ വാങ്ങിച്ച തണ്ണിമത്തനാണ് കേട്ടോ. നമുക്കൊരു 6 തണ്ണിമത്തനോളം ഏട്ടൻ വാങ്ങിച്ചിട്ട് വന്നു. അതിൻ്റെ റേറ്റ് കുറവായിരുന്നു. എത്രയാണെന്ന് ചോദിച്ചില്ല, പക്ഷേ അതിന് റേറ്റ് കുറവായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. 2-3 തണ്ണിമത്തൻ വെച്ചാൽ അതിൽ നിന്നാണ് ഞാൻ ജ്യൂസ് ഇടിയത്. പക്ഷേ നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന നല്ല തണ്ണിമത്തൻ ടേസ്റ്റ്, നല്ല മധുരമുള്ള തണ്ണിമത്തൻ തന്നെയാണിത് കേട്ടോ. അപ്പോൾ വന്നിട്ട് ഇത് നമ്മൾ ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ തണ്ണിമത്തൻ ഇട്ടു, കുറച്ച് പഞ്ചസാര ഇടും. ഞാൻ പറഞ്ഞ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കേട്ടോ, സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഏലക്ക. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് പിടിക്കും. ഏലക്ക ഇട്ട് തണ്ണിമത്തൻ ജ്യൂസ് അടിക്കുമ്പോൾ ചിലർക്കൊക്കെ അതിൻ്റെ ടേസ്റ്റ് പിടിക്കും, ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിക്കില്ല കേട്ടോ. എൻ്റെ മോൾക്ക് ഇഷ്ടമല്ല ഈ ഏലക്ക ഇട്ട് ജ്യൂസ് അടിച്ച് കൊടുക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയുള്ളവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഞാൻ അവിടെ കൊണ്ടത് കുടിപ്പിക്കുന്നത് വേറെ സത്യം. നല്ല ഏലക്കയും പഞ്ചസാരയും തണ്ണിമത്തനോടെ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് നമ്മൾ ജ്യൂസ് റെഡിയാവും കേട്ടോ. നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് എന്തായാലും ഇവിടെ റെഡിയാവും. പിന്നെ ഒന്ന് പറയാനുള്ളത്, മെയിൻ ഒരു കാര്യമായിരുന്നു, കൂടുതൽ പേർക്കും ഈ വെള്ളം കുടിക്കാത്തതിൻ്റെ പ്രോബ്ലത്തിൽ മെയിനായിട്ട് വരുന്നൊരു അസുഖമാണ് നമ്മുടെ ഈ യൂറിൻ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. മൂത്രത്തിൽ പഴുപ്പ് അല്ലെങ്കിൽ മൂത്രത്തിൽ ചുടിച്ചിലെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഈ യൂറിൻ ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ ഈ വെള്ളം കുടിക്കുന്നതിനെക്കാട്ടി ചിലർക്ക് ആ സമയത്തൊക്കെ വെള്ളം കുടിക്കാൻ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ചിലപ്പം ഇങ്ങനെ മനം മറിച്ച് വരികയും തികട്ടി വരികയും ഒക്കെ ചെയ്യല്ലേ. അതിനെക്കാട്ടിലൊക്കെ നല്ല ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് ഈ തണ്ണിമത്തനില്ലേ, തണ്ണിമത്തൻ വാങ്ങിച്ച് ജ്യൂസ് പോലും അടിക്കാതെ മുറിച്ചൊന്ന് കഴിച്ചാൽ നോക്കി നമ്മൾ യൂറിൻ ഇൻഫെക്ഷൻ തപ്പെന്ന് പറഞ്ഞ് മാറിക്കിട്ടും. എനിക്ക് അനുഭവമുണ്ട് കേട്ടോ. എനിക്ക് യൂറിൻ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഈ തണ്ണിമത്തൻ വാങ്ങിച്ചായിരിക്കും എനിക്ക് പെട്ടെന്ന് തന്നെ യൂറിൻ ഇൻഫെക്ഷൻ മാറ്റം കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അമ്മയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആയിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ഒരു തവണ വന്ന് മരുന്ന് കഴിച്ച് മാറി, പിന്നെ വീണ്ടും എടുത്ത് വന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ തണ്ണിമത്തൻ മുറിച്ച് കഴിച്ച് നോക്കാം അമ്മയ്ക്ക് മാറുന്നു. അമ്മ തണ്ണിമത്തൻ മുറിച്ച് കഴിച്ച് പിറ്റേ ദിവസം അമ്മ പറയാം പിറ്റേ ദിവസം ഒന്നുമല്ല, അന്ന് വൈകിട്ട് വരെ അമ്മ പറഞ്ഞു നല്ല ഭേദമുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ കേട്ടോ, നല്ല ഭേദമുണ്ട്, ടപ്പെന്ന് പറഞ്ഞ് മാർക്കിട്ട് നമ്മുടെ യൂറിൻ ഇൻഫെക്ഷൻ. യൂറിൻ ഇൻഫെക്ഷൻ ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് എന്ന് പറയുന്നത് തണ്ണിമത്തൻ തന്നെയാണ്. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ ജ്യൂസിൽ വേറെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ഏലക്കയാണ്. 2 കഷ്ണം ഏലക്കയും പഞ്ചസാരയും വെള്ളവും ഒഴിച്ച് നമ്മുടെ തണ്ണിമത്തനും ഇട്ട് ജ്യൂസ് അടിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ്, ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും കേട്ടോ. അത് എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു, അവർക്കൊക്കെ ഇഷ്ടമായി. മോൾക്ക് മാത്രമേ ഉള്ളൂ ഏലക്ക ഇടുന്നൊരു ഇഷ്ടക്കുറവ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ചിലർക്ക് ഈ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് അടിച്ചു കുടിച്ചാൽ ഒരു ഇച്ചിരി ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.